രാഗിൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് മധ്യ കേരളത്തിലെ മഴ, പ്രത്യേകിച്ചും കൊച്ചിയിലൊക്കെ ശക്തമായ മഴയുണ്ടോ? മോത്തി, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ എറണാകുളത്ത് നിന്ന് ഓറഞ്ച് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുലർച്ചെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ജില്ലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളം സിറ്റിയിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലത്തെയുള്ള കാലാവസ്ഥയാണ്, തെളിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ പെട്ടെന്നാണ് ഇപ്പോൾ കാലാവസ്ഥ മാറുന്നത്. ഒരു 6:30 മണിയോടുകൂടി വലിയ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്ന തോന്നിപ്പിക്കൽ ഉണ്ടായിരുന്നു. പക്ഷേ ചാറ്റൽ മഴയായി അത് പോവുകയും ചെയ്തു. വലിയ തോതിലുള്ള കാറ്റ് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തീരമേഖലയിലാണെങ്കിലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലൊക്കെ തന്നെയാണെങ്കിലും നല്ല ശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മരക്കൊമ്പുകളൊക്കെ ഒടിഞ്ഞു വീണ് കിഴക്കൻ മേഖലയിലൊക്കെ അത്തരം മഴക്കെടുതികളൊക്കെ ഈ മഴ ശക്തമാകുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ കാറ്റ് ശക്തമാകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശവും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ ആ തരത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്തെ ഒരു അന്തരീക്ഷം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥ ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്ന ഒരു കണക്കുകൂട്ടലുകൾ തന്നെയാണുള്ളത്. ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ നഗരമേഖലയിൽ ഈ തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ്. പക്ഷേ ഒറ്റപ്പെട്ടിടങ്ങളിൽ പലയിടങ്ങളിലും മഴ, കത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള തിരമാലകളും തീരമേഖലയിലൊക്കെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മഴക്കാലത്തിൽ അത്തരത്തിൽ ശക്തമായിട്ടുള്ള മഴ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. മുൻപ് ഒക്കെ തന്നെ പല ദിവസങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ സമയത്ത്, കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ തന്നെ ഈ സമയത്തൊക്കെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇതുവരെയും ആ ഒരു രീതിയിലേക്കുള്ള മഴ എത്തിയിട്ടുമില്ല. എന്തായാലും ഇന്നാണ് അത്തരത്തിലൊരു ഓറഞ്ച് അലർട്ട് എന്ന തരത്തിൽ ഒരു മുന്നറിയിപ്പ് ഉള്ളത്. പക്ഷേ ഈ ഘട്ടത്തിൽ കാര്യമായ മഴ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ശരി, രാഗിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളിൽ പങ്കുവച്ചത്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനുംപറമ്പിലുണ്ട് നമുക്കൊപ്പം. അമൽ കുടയൊക്കെ ചൂടിയാണ് നിൽക്കുന്നത്. ഗുഡ് മോർണിംഗ് അമൽ. തിരുവനന്തപുരത്തും മഴയുണ്ടോ? തിരുവനന്തപുരത്ത് രാവിലെ മഴയുടെ യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. മഴ ഇങ്ങനെ പെയ്യാനുള്ള എല്ലാ സാധ്യതയും ഇങ്ങനെ നിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും പെയ്യാം എന്നുള്ള അവസ്ഥയാണ്. ഈ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് മഴ പെയ്തു തുടങ്ങുന്നു. മലയോര മേഖലയിലാണെങ്കിലും തീരദേശ സ്ഥലങ്ങളിലാണെങ്കിലും മഴയുണ്ട് എന്നുള്ളതാണ്. ശക്തമായ മഴയുണ്ടാകും. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന തരത്തിലുള്ള മഴ ഉണ്ടാകും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മലയോര മേഖലയിലൊക്കെ വലിയ പ്രശ്നമാണ്. കാരണം പ്രത്യേകിച്ചും പൊന്മുടി അടക്കം, വിതുര അടക്കമുള്ള മേഖലയുണ്ട്, അമ്പൂരി അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ മലയോര മേഖലയിൽ ഇങ്ങനെ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ശക്തമായ മഴ പെയ്യുന്നത് ഈ മണ്ണിടിച്ചിലടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജാഗ്രതയൊക്കെ പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. ഈ ഡാമുകളിലാണെങ്കിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറേ ദിവസമായി ശക്തമായ വെയിലായിരുന്നതിനാൽ ഡാമുകളിൽ അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളില്ല. ആകെ ഉള്ളത് അരുവിക്കരയിലെ പ്രശ്നം മാത്രമാണ്. ഇനിയിപ്പോൾ ശക്തമായ മഴ തുടർച്ചയായി പെയ്താൽ മാത്രം അരുവിക്കര തുറന്നു വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലായെങ്കിൽ മറ്റ് ഡാമുകളിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. തീരദേശ മേഖലയിലാണ് എങ്കിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിനുള്ള വിലക്ക് എപ്പോഴും തുടരുന്നുണ്ട്. എങ്കിലും ഈ ചെറിയ വള്ളങ്ങളിലൊക്കെ കടലിൽ പോകുന്ന ആളുകളുണ്ട്. അതിൽ മുതലപ്പുഴി അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ശക്തമായ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഈ അവിടുത്തെ പൊഴി മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ തവണയും മഴ പെയ്ത സമയത്താണ് അവിടെ വള്ളം മറിഞ്ഞ് നടക്കുമുള്ള പ്രതിസന്ധികൾ ഉണ്ടായത്. അന്ന് 4 പേരാണ് വള്ളം മറിഞ്ഞ് വെള്ളത്തിൽ പോയതും പിന്നീട് തൊട്ട് പിന്നാലെ വന്ന വള്ളത്തിലുണ്ടായിരുന്ന ആളുകൾ അവരെ രക്ഷിക്കുകയൊക്കെ ചെയ്തതും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. മുന്നറിയിപ്പുകളെല്ലാം ഉണ്ട്. ഈ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. ഇപ്പോഴെന്തായാലും അങ്ങനെ തുടർച്ചയായി മഴ പെയ്യുന്നില്ല. പക്ഷേ മഴയ്ക്കുള്ള ഒരു അന്തരീക്ഷം ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലാണെങ്കിൽ ചെറുതായി ഒന്ന് മഴ പൊടിയുന്നുണ്ട്. പക്ഷേ ശക്തമായൊരു മഴയില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ സാഹചര്യം ഇതായിരിക്കില്ല.